ഇനിയും ഹീജുനെ വന്ന് കണ്ടിട്ട് അവൾക്ക് സയോന്റെ DNA ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ കാണിച്ചും കൊടുക്കുന്നുണ്ട്. നിന്റെ അമ്മ നിന്നെ നിർബന്ധിച്ചത് കൊണ്ടല്ലേ എനിക്ക് പകരമായിട്ട് നീ സയോണ വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആദ്യം മുതലേ അവന്റെ ഫാമിലി നമ്മളെ ചതിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും നീ ഇതൊന്നും തന്നെ സഹിച്ചിരിക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല. ഞാൻ എന്തായാലും അവന്റെ ഫാമിലിക്ക് പിന്നിലെ സീക്രട്സ് എല്ലാം തന്നെ മനസ്സിലാക്കുന്നതായിരിക്കും. അവനോട് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഞാനും നേരിട്ട് ചോദിക്കുന്നതായിരിക്കുമെന്നൊക്കെ ഇനിയും ഹീജുവിന്റെ അടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും ഹേജുവും ആദ്യമായിട്ട് ഇനയുടെ അടുത്തൊക്കെ സംസാരിക്കുന്നു. അമ്മ നിർബന്ധിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നിനക്ക് പകരമായിട്ടോ ആയിരുന്നില്ല ഞാനും സയോണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു. പിന്നെ അവന് മാത്രമല്ലല്ലോ നമുക്ക് സീക്രട്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ. എനിക്കും സംസാരിക്കുവാനായിട്ട് അറിയുകയില്ല എന്നൊക്കെ അല്ലായിരുന്നോ അവന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ ഹിജു ചോദിക്കുമ്പോഴത്തേക്കും കുട്ടിക്കാലത്ത് എനിക്ക് നിന്റെ അമ്മേനെ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പോലും പെട്ടെന്നൊരു ദിവസം എനിക്കൊരു അനീതി കൂടി ഉണ്ടായെന്നൊക്കെ വിശ്വസിക്കുവാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. നീയും ചേച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരുമ്പോഴത്തേക്കും ഞാൻ പോലും അറിയാതെ ഞാനും ആ ഒരു വിളിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നീ എന്നെ അങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും പണ്ടത്തെ കാര്യങ്ങളൊക്കെ എനിക്കും ഓർമ്മ വരികയാണെന്നൊക്കെ ഇനിയും ഹീജുവിനോട് പറയുന്നു. ആരാണ് നിനക്ക് ഈ DNA ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നെന്ന് ഹീജു ചോദിക്കുമ്പോഴത്തേക്കും അത് എന്റെ അച്ഛനോ അല്ലെങ്കിൽ നിന്റെ അമ്മയോ അല്ല. ഞാനും അതിനെക്കുറിച്ചെല്ലാം തന്നെ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആരാണെങ്കിലും ഈ ഒരു റിസൾട്ട് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സയോണെ വിവാഹം കഴിക്കുകയില്ല എന്ന കാര്യം അയാൾക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അത്രത്തോളം ധൈര്യത്തിൽ എനിക്കിതൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും വിവാഹം നല്ല രീതിക്ക് നടക്കരുതെന്ന് ആഗ്രഹിച്ച ആരോ ഒരാളാണ് ഇത് ചെയ്തതെന്നൊക്കെ ഇനിയും പറയുന്നു. സയോണെ എടുത്തു വളർത്തിയ ആളെ രക്ഷിക്കുവാനായിട്ടൊക്കെ സയോൺ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് ബോധമൊക്കെ വരുന്ന സമയത്ത് അവനും നിന്നെ ഇല്ലാതാക്കുവാനായിട്ടൊക്കെയാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീയും ഇവിടെ നിന്നും എത്രയും വേഗം രക്ഷപ്പെട്ടോ എന്നൊക്കെ ആയിരുന്നു അദ്ദേഹവും അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവനും അയാളെ കൂട്ടി ഇറങ്ങുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒരു ചെറിയ സ്ഫോടനം കൂടി ആ തീപിടുത്തത്തിനിടയ്ക്ക് നടക്കുന്നു. ഹീജുവും സയോണെ ഫോണൊക്കെ ചെയ്തിട്ട് അവൻ ഫോൺ എടുക്കാതെ ആക്കുമ്പോഴത്തേക്കും അവളും പെട്ടെന്ന് തന്നെ പോലീസിനെയൊക്കെ കോൾ ചെയ്യുന്നു. എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ടൊന്നും കോൾ എടുക്കുന്നില്ല. കഴിഞ്ഞ 6 മണിക്കൂറായി അവനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരമൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളും ഒന്ന് അന്വേഷിക്കാമോ എന്ന് പോലീസിന്റെ അടുത്ത് അവൾ പറയുമ്പോഴത്തേക്കും പോലീസും അതൊക്കെ ഒരു ഫേക്ക് കോൾ ആയിരിക്കുമെന്നൊക്കെ വിചാരിക്കുകയാണ്. എങ്കിൽ പോലും എന്റെ ഹസ്ബൻഡിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിക്കുള്ള കോൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ അവന്റെ ഓഫീസില് ബോംബൊക്കെ ഇടയ്ക്കും അതുപോലെ തന്നെ കിഡ്നാപ്പ് ഒക്കെ ചെയ്യിക്കുകയും കൂടാതെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ മലയുടെ മുകളിൽ നിന്നും അയാൾ താഴേക്ക് പോലും ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളും അവൻ സുരക്ഷിതനാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അവൾ പറയുമ്പോഴത്തേക്കും പോലീസും അതൊക്കെ ഗൗരവത്തിലെടുത്തിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിന്റെയും നിങ്ങളുടെ പേര് എന്താണെന്ന് അവളുടെ അടുത്തും ചോദിക്കുന്നു. പക്ഷെ അവളും അപ്പോൾ കോളൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം ശരിക്കുമുള്ള സയോന്റെ പേര് എന്തായിരിക്കുമെന്നൊക്കെ ആലോചിക്കുന്നു. ഇനിയും DNA ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ കൊടുത്തപ്പോഴത്തേക്കും സയോന്റെ അച്ഛൻ എന്നെക്കാളും 2 വയസ്സ് മൂത്ത ഒരു മകനുണ്ടെന്നുള്ള കാര്യം മാത്രമായിരുന്നു എനിക്ക് അറിയാവുന്നത്. 15 വയസ്സ് വരെ തൊട്ടടുത്ത് താമസിച്ചിട്ട് പോലും ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവനെ ആദ്യമായിട്ട് കണ്ടതും 15 വയസ്സിൽ തന്നെ ആയിരുന്നു. അവരുടെ ശരിക്കുമുള്ള മകനെ ഒളിപ്പിച്ചു നിർത്തിയതിനു ശേഷം അതിന് പകരമായിട്ട് കൊണ്ടുവന്ന വ്യക്തി ആയിരിക്കാം ഇപ്പോഴത്തെ നിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള സയോൺ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവർ സ്വന്തം മകനെ ഒളിപ്പിച്ചു വെച്ചിട്ട് മറ്റൊരാളെ മുന്നിൽ വെച്ച് കളിക്കുന്നത്? അതിന് പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങളൊക്കെ ഇല്ലേ എന്ന് ഇന്നെ ചോദിച്ചതിനെ കുറിച്ച് ഇപ്പോൾ ഹീജു ഓർക്കുന്നു. ഹീജു നേരെ സയോന്റെ വീട്ടിലേക്കൊക്കെ ചെല്ലുകയാണ്. അവന്റെ അച്ഛനെയും അമ്മേനെയും കണ്ടതിന് ശേഷം സയോനെ കാണാനില്ല എന്നും നിങ്ങൾ പോലീസിനെ വിവരം അറിയിക്കേണ്ടതായിട്ടുണ്ടെന്നും അവരുടെ അടുത്തും പറയുകയാണ്. പക്ഷേ ഇത്രയും നാളും സംസാരിക്കാതിരുന്ന അവള് സംസാരിച്ചതൊക്കെ കാണുമ്പോഴത്തേക്കും അച്ഛനാകെ ഷോക്ടൊക്കെ ആകുന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള മകന് എന്തോ ഒരു പോരായ്മയില്ലേ, അതുകൊണ്ടല്ലേ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള മകനെ 15 വയസ്സ് വരെ വീടിന് വെളിയിൽ ഇറക്കാതിരുന്നത്. മാത്രമല്ല സയോൺ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള മകനല്ല എന്ന സത്യം ഞാൻ ഇപ്പോഴും മാത്രമാണ് മനസ്സിലാക്കിയത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ സയോന്റെ വൈഫ് ആയിരുന്നെങ്കിലും ഞാനും ഈ സത്യം എല്ലാം തന്നെ ഇപ്പോഴാണ് മനസ്സിലാക്കിയതെന്നൊക്കെ ഹിജു പറയുമ്പോഴത്തേക്കും നീ സയോന്റെ ശരിക്കുമുള്ള വൈഫൊന്നുമല്ല, നീ എനിക്ക് പകരമായിട്ട് വന്ന വെറും ഒരു ഡ്യൂപ്പ് മാത്രമാണെന്നുള്ള രീതിക്കൊക്കെ അമ്മയും സംസാരിക്കുന്നു. പിന്നെ നിന്നെ പോലെ തന്നെ ശരിക്കുമുള്ള സയോന്റെ ഡ്യൂപ്പ് മാത്രമാണ് നിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള സയോൺ എന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും അവനും ഒരു ഡ്യൂപ്പ് മാത്രമാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ മകനായിട്ട് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്താണ് സംഭവിച്ചതെന്നും അവനെ കണ്ടെത്തേണ്ടതും നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണെന്നൊക്കെ അവളും അവരോട് പറയുന്നു. അച്ഛന്റെ അസിസ്റ്റന്റ് സയോണെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഒരു പ്രശ്നങ്ങളും ഉണ്ടായതായിട്ട് അറിയുവാനായിട്ട് സാധിച്ചിട്ടില്ല. മാത്രമല്ല നീ പറഞ്ഞതുപോലെ തന്നെ സയോണ് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നീയും ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ, ഞങ്ങളും അവനെ കണ്ടെത്തുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും ഹീജുനെ വീട്ടിലേക്കൊക്കെ പറഞ്ഞയക്കുന്നു. പക്ഷെ അവളെ നടക്കുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അസിസ്റ്റന്റും അവളെ കാണുവാനായിട്ട് എത്തിക്കുകയാണ്.
സയോണ ഒരാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അയാളെക്കുറിച്ച് എത്രത്തോളം കാര്യങ്ങളാണ് സയോൺ അറിയാവുന്നത്? ഹെട്രോകോർമിയനെ കുറിച്ചും അവൻ അറിയാമോ എന്നൊക്കെ അസിസ്റ്റന്റും ചോദിക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കുമുള്ള സയോണ് ചെറുപ്പത്തിൽ ഹെട്രോകോർമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന്റെ സർജറി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവന്റെ രണ്ട് കണ്ണുകൾക്കും രണ്ട് നിറമായിട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. സോ സയോനെ അപായപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ഹീജോനെ കോൾ ചെയ്ത് സംസാരിച്ച ഹീജോ നേരിട്ട് കണ്ട വ്യക്തി അത് ശരിക്കുമുള്ള സയോൺ ആണെന്നുള്ള സത്യമൊക്കെ അസിസ്റ്റന്റും ഇപ്പോൾ ഹീജോനെ അറിയിക്കുകയാണ്. ഈ വീട്ടിലുണ്ടായിരുന്നവരും ഒരു തെരുവ് പൂച്ചനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന രീതിക്കൊക്കെ ആയിരുന്നു സയോണിന്റെ അടുത്തൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഈ വീട്ടിൽ നിന്നപ്പോഴത്തേക്കും അവൻ ഒരിക്കലും സന്തോഷിച്ചു പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സയോണിന്റെ കാര്യമൊക്കെ ഓർത്തിട്ട് എനിക്ക് വിഷമം തോന്നുന്നു എന്ന് കൂടി അദ്ദേഹം ഹീജോന്റെ അടുത്തൊക്കെ പറയുകയാണ്. നമ്മൾ വെറും സയോൺ എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ സ്റ്റോറിയിലെ ഹീറോ ആയിട്ടുള്ള സയോണിനെ കുറിച്ചാണ്. ഇനി മറ്റേ സയോണിന്റെ കാര്യം പറയുമ്പോൾ എല്ലാം തന്നെ ശരിക്കുമുള്ള സയോൺ എന്ന് തന്നെ ഞാൻ എടുത്തു പറയുന്നതായിരിക്കും. ഇനി ഹീജുവിനും സംഗുവിന്റെ ഒരു കോളൊക്കെ വരുന്നു. അങ്ങനെ അവളും സംഗു പറഞ്ഞ ഹോസ്പിറ്റലിലേക്കൊക്കെ ഓടിയെത്തുകയാണ്. ഇപ്പോൾ സയോണ് സർജറിക്ക് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഹീജുവും സംഗുവിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവനും നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. പണ്ട് സാങ്ങുവും പോയിട്ടുണ്ടായിരുന്ന ഒരു ബംഗ്ലാവൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഓണറിന്റെ പേരൊക്കെ അവന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അയാൾ താമസിക്കുന്ന സ്ഥലമൊക്കെ തേടി അവനും ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സാവണ എടുത്തു വളർത്തിയിട്ടുണ്ടായിരുന്ന ഫിഷിന്റെ കടയൊക്കെ നടത്തുന്ന അദ്ദേഹം തന്നെ ആയിരുന്നു ആ ഒരു ബംഗ്ലാവിന്റെ ഒക്കെ പഴയ ഓണറും. സോ അവനും ഞാൻ ഇങ്ങനെ ഒരു ചാനലിൽ നിന്നുമാണ് വരുന്നതെന്നും കുട്ടികൾ മിസ്സിംഗ് ആയതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണെന്നുമൊക്കെ അയാളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും അയാളും അവനെ വീട്ടിൽ നിന്നും തന്നെ പുറത്താക്കുന്നു. അങ്ങനെ സാംഗുവും അയാൾ പുറത്താക്കിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും യൂറിയും അവനെ കോൾ ചെയ്യുന്നു. ബംഗ്ലാവിന്റെ ഓണറിനെയൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുവാനായിട്ട് സാധിച്ചു എന്നൊക്കെ അറിയുവാനായിട്ടായിരുന്നു യൂറി കോൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവനും ഒന്നും തന്നെ അറിയുവാനായിട്ട് കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കുമാണ് അവൻ പോകുന്ന നേരെ എതിർദിശയിലേക്കൊക്കെ സയോണും വണ്ടിയുമായിട്ട് പോകുന്നതൊക്കെ സാങ്ങുവും കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സാങ്ങു വീണ്ടും ഇതേ സ്ഥലത്തേക്കൊക്കെ മടങ്ങി എത്തുമ്പോഴത്തേക്കുമായിരുന്നു വളരെ വലിയ തീപിടുത്തമൊക്കെ ഉണ്ടായിരിക്കുന്നത് അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. അവൻ അകത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കും സയോണും അതുപോലെ തന്നെ വീടിന്റെ ഓണറും ബോധമില്ലാത്ത നിലത്ത് കിടക്കുകയായിരുന്നു. അവനും രണ്ടുപേരും സുരക്ഷിതമായിട്ട് തന്നെ വെളിയിലേക്കൊക്കെ എത്തിക്കുന്നുമുണ്ട്. ആരായിരുന്നു ആ ഒരു ഷോപ്പിൽ തീയിട്ടിട്ടുണ്ടായിരുന്നതെന്നോ എന്തുകൊണ്ടായിരുന്നു സയോൺ അവിടെ പോയതെന്നോ എനിക്ക് അറിയിക്കില്ല. എന്തിനേറെ പറയുന്നു, നീയും സയോണും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പോലും എനിക്ക് അറിയിക്കില്ല. പക്ഷേ സയോണിന്റെ ഫോണിലേക്ക് തുടർച്ചയായിട്ട് നീ വിളിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനും നിന്നെ ഇപ്പോൾ തിരിച്ചൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നതെന്ന് സങ്ങുവും അവളോട് പറയുന്നു. ഓപ്പറേഷന് ശേഷം സയോണെ ഇപ്പോൾ റൂമിലേക്ക് മാറ്റുന്നു. ഹീജു ആയിരുന്നു സയോണ് കൂട്ടിരുന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് അപകടമൊക്കെ പറ്റിയ സമയത്ത് നീ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നീ ആയിരുന്നു എന്നെ രക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നത്. നീയും ഇപ്പോൾ അപകടമൊക്കെ പറ്റി കിടക്കുകയല്ലേ, ഇപ്പോൾ എന്റെ അവസരമാണ്, ഞാനും നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കുമെന്നൊക്കെ ഹീജുവും പറയുന്നു. അങ്ങനെ ഹീജുവും അവന്റെ ഒപ്പമൊക്കെ ഇരിക്കുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും കാണാം. ബൈ.